വെൽക്കം ബാക്ക്. ഇത് ഓടണില്ല, അതെന്റെ പ്രശ്നം. ഇത് അമ്മ എന്ന് വെച്ചാല് കുറച്ചിട്ട് ഓടും. പിന്നെ ഞാൻ വീഡിയോ അടിച്ചാൽ ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടോ. വണ്ടിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകും പോകും കേട്ടോ. അത് കുറച്ച് ദൂരം അങ്ങനെ പോകും. ഇപ്പോൾ ആക്സിലേറ്ററിന് കൊടുത്താൽ പോകുന്നത് കുറച്ച് കഴിഞ്ഞാലുണ്ട്. ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി നീങ്ങണം കേട്ടോ. വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ട് നീങ്ങണില്ല, കട്ടാകുക. പിന്നെ അതേമാതിരി മാക്സിമം കുറച്ച് ദൂരം പോകുള്ളൂ, ഒരു 100-200 മീറ്റർ കേട്ടോ. ഇങ്ങനെ കട്ടായി കളിക്കുക. ബാറ്ററിമെൻ്റെ കണക്ഷൻ എന്തോ പ്രശ്നമാണ്. കാരണം ആപ്ലിക്കേഷനിൽ ബാറ്ററി തരാം. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി പോകണം. ഇങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നത്, സ്കൂട്ടർ ഇഷ്യൂ കമ്മിങ് ടു ഹോൾട്ടർ എന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക. ചിലപ്പോൾ വണ്ടി മൊത്തം നിൽക്കുക, പിന്നെ അനങ്ങണില്ല. അപ്പോൾ ഫുൾ ആക്സിലേറ്റർ തോട്ട് കൊടുക്കണം, വണ്ടി പോകുന്നില്ല. കമ്മിങ് ടു ഹോൾട്ടർ. ഇനി വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരൊറ്റ ഓഫാവില്ലേ കേട്ടോ. വണ്ടി ഓഫായി, ഒന്നുമില്ല. കണ്ടില്ല ഞങ്ങൾ വീഡിയോ. ഇതാണ് പ്രശ്നം. കുറച്ച് ഓടും നിൽക്കും. ഇപ്പോൾ ഓണാവുണ്ട് സാധനം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ലോക്കൊക്കെ തുറക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു 100-200 മീറ്റർ പോയാൽ എന്താവും, ഇത് ഇങ്ങോട്ട് ഓഫാവും. അപ്പോൾ തന്നെ അപ്ലിക്കേഷനിൽ എന്താവും, അപ്ലിക്കേഷനിലൊക്കെ ബാറ്ററി 0 കാണും. എന്നിട്ട് പിന്നെയും ഓണാവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. അത്ര കൂടുള്ളൂ. ഇന്റെ പച്ചോലായതുകൊണ്ടാണ്. അല്ല, ഇന്റെ പച്ചോലായതുകൊണ്ടാണ് ഇതുവരെ കത്തിയിട്ടില്ല. ഇത് കത്തും കൂടി ചെയ്ത് ഉസാറായി. കത്തിന് നല്ല പ്രശ്നമായി. ഇതിന് മുതൽ കിടക്കുന്നുണ്ടാവും, ക്യാമറയും മറ്റേതൊക്കെ ആയിട്ട്. അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുടുങ്ങും. ഇത് ഊരാൻ കിട്ടില്ലല്ലോ. ഇതിനുള്ള നാളെ കത്തിയ ആളത് ഒരു സംഖ്യ പൈസ പോയടോ. പിരിപ്പിച്ചാൻ പോയിട്ടേ അയാൾ പിരിപ്പിച്ച ആളെ തന്നെയായിരുന്നു, പൈസന് പോയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ പ്രശ്നം ഇതാണ്. ഞാൻ 2 ഭാഗത്താണ് നമുക്ക് സർവീസ് ഉള്ളത്. തിരൂർക്കാടാണ്. തിരൂർക്കാട് ഇടയ്ക്കിടയ്ക്ക് പോകാനാണ്. പിന്നെ മലപ്പുറത്താണ് എടുത്തിട്ടോ. ഇത് പോകാൻ കഴിച്ചില്ല. ഒന്നേ കെട്ടി കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തള്ളേണ്ടി വരും. ആശിക്ക് പോലെ നമുക്ക് എങ്ങനെ പോവാം, നമുക്ക് പിന്നെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോയാ ഇത് 1 കിലോമീറ്റർക്ക് 4 നിൽക്കും. ഓഫീസ് നടക്കുമോ അതറിയില്ല. വൈകുന്നേരം പോയി നടക്കുമോ. കോയമ്പത്തൂർക്ക് 5 കിലോമീറ്റർ തള്ളി പോയത്. അതേപോലെ തള്ളേണ്ടി വരും, ഇറക്കം കൂടെ അങ്ങനെ പോയേക്കല്ലേ. അതാൾക്കാരാണ് ചാട്ടക്ക് പോയേക്കാം, അല്ലെങ്കിൽ ഇതിനകത്തെ കാട്ടാ തള്ളാൻ വെച്ചോ ഒരു ഐഡിയ ഇല്ല. കെട്ടി കളിക്കാൻ എവിടെ ഇതിനെ കെട്ടാൻ സെറ്റപ്പ് ഇല്ല. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ കജിക്ക് പോരും. അതായത് ഞങ്ങളെല്ലാം പോയാണ്ട് സർവീസ് കാണിച്ചോട്ടെ. ഇതെങ്ങനെയാണ് അത് ഒത്തില്ല. അത് ബ്രേക്ക് പിടിച്ചോണ്ട ചോപ്പ് സ്വിച്ച് വെക്കും. ഓണായോ ഇല്ല, ആ സ്റ്റാൻഡ് അട്ടിക്കാന്ന് പറയും. സ്റ്റാൻഡ് ചെത്തട്ടിക്ക. ആ ഞെക്കിക്ക, ബ്രേക്ക് പിടിച്ച് വെക്ക്. 0 വന്നില്ല. പോട്ടെ. അപ്പോൾ പുല്ലാരെന്ന് ഇറങ്ങട്ടോ. എത്ര ദൂരം ഇത് പോകും നോക്കാം നമുക്ക്. ഇങ്ങനെ നേരെ മലപ്പുറത്ത് കേട്ടോ. വലിയ ദമ്മക്ക് ഇരിക്കുന്നു വേണം. ഇതിപ്പോൾ ഓഫാവും. ആ എന്നാൽ ശരി. എന്നാ വാഹനങ്ങളൊക്കെ പോട്ടെ. ഇതൊരു ഓഫായില്ല. 100 മീറ്റർ ഇത് 800 കൊടുത്തിട്ട് പോകണില്ലല്ലോ. ഈ കുടുങ്ങിയ ഇതാ സ്കൂട്ടർ അൾട്ടായിട്ടോ. ഫസ്റ്റ് അൾട്ട് 100 മീറ്ററിൽ അൾട്ടായി. ഇതെങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ ചിക്ക് വണ്ടി ഇടിക്കാം. നമുക്ക് തള്ളി കൊണ്ടുപോകാം. തള്ളൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ പോകും. പോവില്ലേ, ഇങ്ങോട്ട് നിന്നു പോയപ്പോ ഇനിയിപ്പോ ഓഫോ മൊത്തത്തില് ഇങ്ങോട്ട് അയച്ചു ഓണാക്കണം. ഇത് ചാർജ് ഇല്ല. ചാർജ് ഇപ്പൊ പോയതാണതേ. അത് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ചാർജ് 3% ഇതില്. ചാർജ് ഇല്ല, ഫുൾ ചാർജ് ആക്കി രാവിലെ ആകെ 3 കിലോമീറ്റർ ഓടിച്ചോളൂ. ഇതൊരു വണ്ടി ഓഫായി. ഇനി കുറച്ചേരം കാത്തിക്ക്. എന്നിട്ട് ചോപ്പ് സ്വിച്ച് വെക്കുമ്പോൾ വരും. വെയിറ്റിംഗ്. ഞാനോട് പറഞ്ഞ എൻ്റെ ബൈക്ക് എടുക്കുക, നമുക്ക് വല്ല ചവിട്ടി കൊണ്ടുപോവാം. പാത്തി യാസിനൊക്കെ കുറേ വാതിട്ട് ഒരു ഓല എടുത്താല് അതിന് കാര്യമില്ല. അതൊക്കെ 1-0-0-0-0 അപ്പോൾ ഓണായിട്ടോ. അപ്പോൾ അയച്ചെന്ന് റീസ്റ്റാർട്ട് ആയിക്കണം. ഓണായി. ഒന്നും പാടെ കൊടുക്കുക. ഓണാക്കി 96% ചാർജ് നോക്കിയാൽ 96 ചാർജില്ല. വീണ്ടും പോകുന്നു, രണ്ടാമത് പോകുന്നു. ഇത് എത്ര ദൂരം പോകുന്നു നോക്കട്ടോ. പൊളി. ആക്സിലേറ്റർ കട്ടാണ് നോക്കട്ടോ. പോയോ? ആക്സിലേറ്റർ ഇടയ്ക്കിടയ്ക്ക് കട്ടാണില്ലേ. രണ്ടാമത് കേട്ടോ. വീണ്ടും 100 മീറ്ററിൽ വീണ്ടും ഓഫായിരിക്കുന്നു. ഇങ്ങനെ എപ്പോഴെത്തും മലപ്പുറത്ത് കാശിക്ക. ഇത് പണി തന്നെ. ഓണാകുക ഓഫാകുക ഇത് നടക്കൂല. ചികിത്സ തിരിച്ച് നമുക്ക് എൻ്റെ ബൈക്ക് എടുത്ത് പോവാം. കാര്യമായിട്ട് പറയാം. ഇത് പെടും. നമ്മൾ ആകെ കൊലം കിട്ടും. ആൾക്കാരുടെ ഇന്ന് ഓഫായത്തെ കാട്ടുക. അങ്ങനെ രണ്ടാമത്തെ ഓഫായി. ഞാൻ ഈ എണ്ണ എടുത്ത രായക്കാരൻ നല്ല. ഇത് വീഡിയോ പിടിച്ചൊന്നും തീരൂല. അതേ വണ്ടിയാണ് ഇതിന്റെ കോലം നോക്കി ഓല നിങ്ങൾക്ക് എത്ര പണി ഇട്ടിന് ഓല എടുത്തിട്ട്. ഇത് മുഴുവൻ കംപ്ലൈന്റ് ആണ്. ഇതിന്റെ ബാറ്ററി മാറ്റി ഒക്കെ മാറ്റി. കേടൊന്നും കേടല്ല. ഏതായാലും കാക്ക തിരിച്ചിട്ടുണ്ട്. നമ്മളതേമാതിരി ഇതിലുണ്ട്. ബാറ്ററിക്ക് 87 റുപ്യ ഇതിന് വില. പക്ഷെ വെറുതെ മാറ്റി തന്നേതായാലും
വെറുതെ മാറ്റി നിന്നിട്ട് കാര്യമില്ല. ഇത് കേടന്ന് നമ്മൾ നേരം പോലെ അത് കോയമ്പത്തൂരിനാ കേടന്ന്. മലപ്പുറത്ത് പോകാനാണ് ഇപ്പൊ ഇത് കുറച്ചോടുമ്പോ നിക്കുക, പിന്നെ അയച്ചു ഓണാക്കിയാണ് പിന്നെയും വിടണം, പിന്നെ നിൽക്കും. 1/2 കിലോമീറ്റർ പോണതിന് മുമ്പ് 4-5 നിന്ന് ഇത് സംഭവം ഈ പോക്ക് പോയാൽ എത്തൂല. അതുകൊണ്ട് നമുക്ക് വണ്ടി തിരിച്ച് അത് വിട് കുറച്ച് കഴിഞ്ഞ് പോകുള്ളൂ. അതിന്റെ ബ്രേക്ക് കട്ട് ഓഫ് ആണ്. അത് മോഡ് മാറ്റും, നല്ല സ്പീഡ് പോകുള്ളൂ. ഓഫ് ആവണല്ല, വണ്ടി മാറ്റ കേടരും മോഡില്ലാതെ. വീണ്ടും പോവാന്നെ ചെയ്യും. ഇത് ഒടുക്കട്ടെ പോവും, ഇത് നടക്കൂല. വണ്ടി തിരിച്ച് നമുക്ക് ഇതെടുത്ത് പോവാ, എൻ്റെ ബൈക്ക് കൊണ്ട് ചവിട്ടി തള്ളി പോവാ. കെട്ടലിച്ചാനാണെങ്കിൽ ആകെ പ്ലാസ്റ്റിക്കിന്റെ പീസ് നിൽക്കണം. നിന്നില്ലേ 5 അയിലാശി കഴിഞ്ഞ് പോരെ. 1 കിലോമീറ്ററും കൂടി 5-ാമത്തെ ടോപ്പായത്. ഞങ്ങൾ ഓരോരോ പരീക്ഷണം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പരീക്ഷിക്കണത് ക്രൂയിസ് കൺട്രോൾ 20 സെറ്റാക്കിയാണ്ട് വല്ല എങ്ങനെ പോകണ്ടൊക്കെയാണ്. എങ്ങനെ ആക്കിയിട്ട് വണ്ടി കുറച്ച് കഴിയുമ്പോൾ നിൽക്കണ്. നാളത്തെ 30 നിന്ന് ഒരു വണ്ടിനെയും നമ്മളെ മുമ്പ് പാസ്സാക്കാത്ത ആശിക്കാണ് ഇപ്പോൾ പോകണുണ്ടോ. 24 സ്പീഡ് 23 സ്പീഡിൽ. ഇതിപ്പോൾ ക്രൂയിസ് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഓഫാണില്ല കേട്ടോ. നമ്മളെ 20ന്റെ സ്പീഡ് സെറ്റാക്കിയിട്ട് ഇപ്പോൾ കുറേ ദൂരം പോകുന്നു. ഇതുവരെ ഓഫായില്ല. 1.8 കിലോമീറ്റർ പോകുന്നു, ഇതുവരെ ഓഫായിട്ടില്ല. അപ്പോൾ അത് സംഭവം കാര്യമായിന്. ഇങ്ങനെ മലപ്പുറം എത്തിച്ചാൻ പറ്റും നോക്കാം. ഇപ്പോൾ പോണത് ത്രോട്ടിൽ നല്ല പവർ കൊടുക്കുമ്പോൾ പോണല്ലേ. ഞാനവിടെ പണിക്കാരൻ്റെ വരുമോ? ഞാൻ പറഞ്ഞതാണല്ലോ ആ പണിക്കാരൻ്റെ വരുമോ? അന്നെ കൂട്ടിക്കണേ സംഭവം ഇപ്പോൾ സെറ്റാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ. 20 സ്പീഡിലാണ് പോകുന്നുള്ളൂ. എല്ലാ വണ്ടി പാസ് ചെയ്യും. നടക്കണോന് മുമ്പ് കിടക്കുന്നു തോന്നുന്നു. ആ കോലത്താണ്. ബിരിയാണി കൊച്ചോ പോടെ ചോറ് കഴിച്ചില്ല. അത് 2:17 ആ എൻ്റെ പ്രശ്നമാണ്. അപ്പം കാത്തിപ്പിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഗായ്സ് ഞങ്ങൾ മലപ്പുറത്തേക്ക് പെരുന്നാളോണം പോകണമെന്നാല് പെരുന്നാളോണം പോകണ്ടല്ലോ, അവിടെ എത്തുമോ ഗായ്സ്? അപ്പോൾ ഓരോടുക്കണോണ്ട് വീണ്ടും പറയാണ് നിന്ന് കാണുന്ന ആൾക്കാരാണ് ഇവര്. കോയമ്പത്തൂർ ഇന്നപ്പോ എന്നോട് കൊടുത്തു ഒഴിവാക്കാൻ പറഞ്ഞു. ചടപ്പിച്ചിനീന് ചടപ്പിച്ചിട്ടാണ്. ഇത് വണ്ടി നമ്മൾ കുടുങ്ങണല്ല ഇതിന്റെ പ്രശ്നം. ഒപ്പമുള്ള ചെങ്ങന്മാരെ നമ്മളിങ്ങോട്ട് ചടപ്പിച്ച് കൊല്ലും. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ആർക്കും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് ആദ്യമായിട്ട് വരാണ് ഈ ഒരു കംപ്ലൈൻറ്റ്. ആദ്യമായിട്ടാണ്. മറ്റേ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ റീസ്റ്റാർട്ടൊക്കെ റെഡി ആയാലുണ്ട്. ഇവനോട് വെച്ചിട്ട് റീസ്റ്റാർട്ടൊക്കെ ഒന്ന് അങ്ങനെ റെഡി ആയാലുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ലേ. മറ്റേതിൻ്റെ അടുത്ത് ഇന്നാള് പാസ്വേഡ് ഇടാതെ ഒരു ദിവസം പോയത് ഓർമ്മയില്ലെങ്കിൽ പാസ്വേഡ് അടിച്ചാതെ വണ്ടി എങ്ങനെ പോവാ. ബഗ്ഗാണ്, സോഫ്റ്റ്വെയർ ബഗ് ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഉണ്ടാവും. അപ്പൊ അതൊക്കെ റീസ്റ്റാർട്ട് ആക്കി പള്ളിമുക്ക് ഇവിടെ പൂക്കോട്ടിലെത്തി. അപ്പൊ 24 ഓഫാണ് ചേട്ടോ. 24 സ്പീഡ് കൂട്ടുമ്പോൾ പിന്നെ കംപ്ലൈന്റ് വരികയാണ്. വേറത്തെ വന്നോ ഓട്ടോ ചാർജിങ് കയറാണ്ടെന്തോ സംഭവം. ഇന്നില്ലേ പാർക്കിംഗ് മോഡിലാക്കണ വണ്ടി. പാർക്ക് മോഡായി പോണ പോക്കി വണ്ടി. ചിരിച്ച വേണ്ട നുളൊളിച്ച വണ്ടി അറിയില്ല. കൺട്രോളിൽ പ്രശ്നമില്ലട്ടോ. അങ്ങനെ വല്ല 20 കൂട്ടി 29-30 എത്തിച്ചിട്ടോ. സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു 5-6 കിലോമീറ്റർ കൂടി ഉള്ളു മലപ്പുറത്ത് പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഒതുക്കുന്നു കത്തണം. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ. ഇതാണ് ഇതോടെ ഇരുത്തേങ്ങിനല്ലേ. ഇരുത്തേങ്ങിൽ നാടൻ മസ്സിലാണ് വന്നിട്ടോ. ഇതുവരെ ഓഫായില്ല. അല്ല 5 കിലോമീറ്റർ ഓഫാക്കാതെ പോകുന്നു. ഓഫായി അതിൻ്റെ അടിയിലാണ്. പക്ഷേ എൻ്റെ റീസ്റ്റാർട്ടായില്ല. പറഞ്ഞു നല്ല 2 കുട്ടൻ ബിരിയാണി ഇവിടെ കേട്ടോ. സാറല്ലേ അതിൻ്റെ കാണാൻ ഈ പാത്രത്തിന് ഇട്ടെന്ന് പറയുന്നത് എന്തിനാ ചെറിയ പാത്രത്തിൽ വരുന്നോ അല്ലേ. ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് വലിയ പാത്രത്തിൽ തന്നാൽ പോരാ. തന്നെ ഈ വലിയ പാത്രത്തിൽ ഇട്ട തന്നാൽ പോരാ. അതിൻ്റെ മുമ്പ് ചെറിയ പാത്രം വെച്ചാണ് ഇക്കത്തിന് വരുന്നത്. ഫുഡ് കഴിച്ചിറങ്ങി കഴിച്ചു വരുന്നില്ല. കുറച്ചേരം നിന്നപ്പോൾ പറ്റ പോയോ. പാളി നോക്കൊന്നും വേണ്ട വരും. ടൗണിൽ നിന്നൊക്കെ നിന്ന് ഞങ്ങൾ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു. നൈസിൽ അറിയാത്തമാര് സൈഡാക്കിയാലൊക്കെ എടുത്ത് പോകുന്നത്. ഇനി ഇവിടെയുള്ള കയറ്റട്ടോ. ഈ കയറ്റം പേടിയുണ്ട്. കയറ്റത്തിൽ നിന്ന് നിൽക്കുന്നു. ഇതുവരെ ഞങ്ങൾ ക്രൂയിസ് കൺട്രോളിൽ പോകണേ. ഒരു 30 വരെയൊക്കെ കുറച്ച് നേരം പോകും. നല്ല പവർ കൂടുന്ന സമയത്ത്, മോട്ടോർ പവർ കൂടുന്ന സമയത്ത് ഓഫ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ കയറ്റം കയറാനേ. കയറ്റം നല്ല കയറുണ്ട്. ഇത് ഓഫാക്കിയാ ഒന്നില്ലേ. കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ ഇതിന് നിന്നിട്ടോ. അതാകുമ്പോൾ ആരും അറിയാതെ എല്ലാം നിർത്താം. എല്ലാം പോവാം. ആ പോണ്ട്. ആ സായന്ത്രത്ര അല്ലാടാ അവിടെ.
പഴം വാങ്ങണോ? വായ വേണ്ട, നമുക്ക് പറ്റി പോയിട്ട് വേണം കൊടുക്കാനോണം. കടക്കാരൊക്കെ നോക്കുന്നു വണ്ടി എടുത്തിട്ട്. ഇത് വല്ല പോയിക്കോ, കയറ്റാണ് 2-4 നിൽക്കുവാൻ ഇവിടെ ചാർജ് 3. ഇതിന് പിരാന്താണ് കാശ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കംപ്ലൈൻറ്റ് നേരെ കാണിച്ചു കൊടുക്കും. ആരിവിടെ ആരില്ല ഇവിടെ സർവീസിൻ്റെ ആളോടെ റെഡിയായി. ആൾ കണ്ടോല്ല. ഞങ്ങളങ്ങനെ ഒന്തി തള്ളി ഇവിടെ എത്തി. ഒതുക്കങ്ങത്തെ സർവീസ് സെൻ്ററിൽ കേട്ടോ. നമ്മൾ അവിടെ കൊടുക്കുന്ന ഓളിപ്പോൾ നോക്കാറാണ്. അവിടെ ഉള്ള വണ്ടികളാണ് ഓലൻ്റെ. ഇതേമാതിരി ഇവിടെ പോയിന് കോയമ്പത്തൂർ പോയി കണ്ട് ബാറ്ററി ഡെഡായിട്ട് ഒരാഴ്ച 1 മാസം കടന്നാണ്. മാക്സിമം പെട്ടെന്ന് ആക്കി തരും. വേറെ വണ്ടി ഇല്ല കൊണ്ടുവരുക. വണ്ടി വെട്ടു നമ്മൾ കെട്ടുമാണ്ടൊക്കെ നിർത്തുള്ളൂ. അവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കിട്ടുമ്പോൾ സാധനമെന്തെങ്കിലോ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളാണ് പൊടി സാധനം ക്യാമറയും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകാം. കാലേക്ക് ഹെൽമെറ്റ് ഒക്കെ വെച്ചോ? ഹെൽമെറ്റ് വേണ്ട, അതൊക്കെ ഉണ്ട. ഇന്നാളെ ഹെൽമെറ്റ് കോയമ്പത്തൂർ വെച്ചിട്ട് ഹെൽമെറ്റ് മാറിയിരിക്കണ്. ഹെൽമെറ്റ് ഒന്ന് വെച്ച് ഇത് കൊണ്ടുപോകാനല്ലോ. കെട്ടും പാണ്ടങ്ങളും കൊണ്ട് പോയി എന്ത് തന്നെ ബസ്സിൽ കയറിയില്ലെന്ന് പറഞ്ഞു. ഈ ബസ് നേരെ മലപ്പുറത്തേക്ക് ഉണ്ടോ. മലപ്പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ വെള്ളാമ്പുറം പോയി പിന്നെ വീട്ടിൽ അങ്ങനെ ഒക്കെ ബസ്സിന് തന്നെയാണ് പോയത് കേട്ടോ. ഇനി കിട്ടണമെങ്കിൽ സമയം എടുക്കുന്ന 2 ദിവസമാണ്. അപ്പോൾ വീഡിയോ ഓൾറെഡി ഇപ്പോൾ ലെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് അത് ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാതെ വരേക്കും ബൈ ബൈ.